ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ മീഷോയിൽ നിന്ന് ഒരു 300 രൂപ താഴെ വാങ്ങിച്ചിരിക്കുന്ന കുറച്ച് കിച്ചൺ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ, അതുപോലെ തന്നെ കിച്ചണിലേക്ക് ആവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഓൾറെഡി കുറച്ചൊക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, കാരണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടോയെന്നൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട്. അപ്പം ഇത് ഞാൻ ആദ്യമേ ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ, ആദ്യമേ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ചയക്കണമല്ലോ. അതുകൊണ്ട് ഇത് കുഴപ്പമില്ല കേട്ടോ. ഒരു സ്പൈസസ് ബോക്സ് ആണേ, നമുക്ക് അത്യാവശ്യം സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാം. അതുപോലെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. പക്ഷേ ഈ പൊടികളൊക്കെ തീരെ കുറച്ച് എമൗണ്ടേ അതിനകത്ത് കൊള്ളത്തുള്ളൂ, കാരണം ചെറിയ ചെറിയ ബോക്സാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടുവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന് 89 രൂപയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചപ്പോൾ. ഇപ്പോഴും അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു, വലിയ വില വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല. ഒരു 6-7 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരു സ്പൂണും ഉണ്ട്. അത്യാവശ്യം പ്രൈസിനുള്ളതുണ്ട് കേട്ടോ, മോശം പറയാനില്ല. അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്, നല്ല കളർ. പിന്നെ അതിൻ്റെ പുറത്തെ ഡിസൈനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഈ പല പാത്രങ്ങളിലും തുറക്കുന്ന നേരത്തിന് ഇത് ഒരെണ്ണം തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്പൈസസും ഒറ്റയടിക്ക് എടുക്കാമല്ലോ. അങ്ങനെ ഉപയോഗിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഏരിയ അത് കുറച്ച് ഉപയോഗിച്ചാൽ മതി. പല ടിന്നുകൾ വെക്കുന്നതിനേക്കാൾ ഈ ഒരെണ്ണത്തിനകത്തേക്ക് നമുക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ഥലം മതിയല്ലോ നമുക്ക് വെക്കാനായിട്ട്. പിന്നെ നല്ല ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ അടുത്തതൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലൊരു കണ്ടെയ്നേഴ്സാണ്. 7 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും വലുതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല എമൗണ്ട് കൊള്ളും, അത്യാവശ്യം വലുതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഓരോന്നിൻ്റെ അകത്തായിട്ട് ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുവാണ്. നമുക്ക് കിച്ചണിൽ എന്തെങ്കിലും ഫുഡൊക്കെ വൈകുന്നേരമോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, ഒന്ന് തണുത്തതിന് ശേഷം. കാരണം പ്ലാസ്റ്റിക്കാണ്, ഒന്ന് ആറിയിട്ട് നമുക്കിതിനകത്തേക്ക് എടുത്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. പിന്നെ ചെറിയ 1-2 ബോക്സുണ്ട്, അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെ വല്ല പപ്പടോ അച്ചാറോ അങ്ങനെയുള്ള ചൂടില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് കൊടുത്തുവിടാം. എന്തായാലും നല്ല ഉപകാരമുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 274 രൂപയാണ്. 274 രൂപയ്ക്ക് നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ല ലാഭത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 300 രൂപയിൽ താഴെയാണ് ഞാൻ ഈ കാണിക്കുന്ന എല്ലാ സാധനവും. നമുക്ക് സാധാരണക്കാർക്ക് കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ഒത്തിരി വിലയൊക്കെ കൊടുത്ത് ഭയങ്കര ഗ്ലാസിൻ്റെ ടൈപ്പ് കണ്ടെയ്നേഴ്സൊക്കെ അതൊക്കെ എല്ലാവർക്കും ഇപ്പോൾ സാധിച്ചെന്ന് വരത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഇതൊക്കെ വളരെ ഉപയോഗപ്രദമാണ്. കാരണം ഇപ്പോൾ ഗ്ലാസിൻ്റെ തന്നെ വെക്കണമെന്നൊന്നും ഇല്ലല്ലോ, നമുക്ക് ഇതിനകത്താണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ളൂ. കാരണം എന്ത് ഫുഡാണെങ്കിലും നമ്മൾ ആറിയിട്ടാണല്ലോ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ ഉപകാരമാണ് കേട്ടോ. ഈ ഒരു പാത്രങ്ങൾ 7 എണ്ണം ഉണ്ട് തന്നെ, ഓരോന്നിനും പല വലിപ്പമാണ്. ഏറ്റവും വലുതിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊള്ളും. പിന്നെ അത്യാവശ്യം ബലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ താഴെ വെയിറ്റോട് കൂടിയൊക്കെ ചിലപ്പോൾ താഴെ വീണാൽ പൊട്ടിപ്പോവും, പ്ലാസ്റ്റിക് അല്ലേ. എന്നാലും കണ്ടത് വെച്ച് നോക്കിയിട്ട് നല്ലൊരു പാത്രമാണ്. ഇതെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കേട്ടോ കാണാനും. അതിൻ്റെ കളർ കോമ്പിനേഷനും എല്ലാം നല്ല ഭംഗിയുണ്ട്. എന്താണെങ്കിലും ഇത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. അടുത്തൊരു ഗ്ലാസിൻ്റെ സെറ്റാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ്സാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വളരെ ചെറിയ, നമ്മൾ സാധാരണ ഗ്ലാസ്സിൽ കൊള്ളുന്ന അതേ അളവൊക്കെ ഇതിനകത്തും കൊള്ളും. പിന്നെ നല്ല ചൂടുള്ള ചായയൊക്കെയാണ് നമുക്ക് ഇങ്ങനെ പിടിയുള്ളത് കൊണ്ട്, എന്നാൽ ട്രാൻസ്പെറൻ്റ് ആണ്, കാരണം നമുക്ക് കാണുകയും ചെയ്യാം. നല്ല ഭംഗിയുണ്ട്. അത് ഒത്തിരി വലുതൊന്നുമല്ല, നല്ല രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 284 രൂപയാണ്. ആ ഒരു പ്രൈസിനുള്ളതുണ്ട് കേട്ടോ. നല്ല ഗ്ലാസ്, നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. പിന്നെ അതിൻ്റെ ഷേപ്പും വേറെയാണ് കേട്ടോ, നോർമൽ ഗ്ലാസ് പോലുള്ള വേറൊരു ഷേപ്പാണ്, ഒരു ഓവൽ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും നല്ല 6 എണ്ണം ഉണ്ട് കേട്ടോ. ഒരു ഡാമേജ് ഒന്നുമില്ല, നല്ല പാക്കിങ്ങിലാണ് വന്നിരുന്നത്, ഒരു ഡാമേജും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാധനമാണ്. അടുത്തതും അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് ഓർഗനൈസറാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് തലേന്ന് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് സൂക്ഷിക്കാൻ. ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണ്, നമുക്ക് എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്ത് ഇങ്ങനെ പല പാത്രങ്ങളിലായിട്ട് വെക്കാമല്ലോ. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു 6 ചെറിയ ബോക്സസ് ഉണ്ട്. അതിനകത്തേക്ക് നമ്മൾ പല കഷ്ണങ്ങൾ, ഇപ്പം ഓരോന്ന് മിക്സ് ചെയ്തിടാൻ പറ്റാത്ത കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോന്നും, ഇപ്പോൾ വെണ്ടയ്ക്കയും അതിൽ വേവ് കൂടുതലുള്ള സാധനങ്ങൾ, അതൊക്കെ സെപ്പറേറ്റ് അരിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് സൂക്ഷിക്കാം. രാവിലെ ആവശ്യത്തിന് നമുക്കങ്ങ് എടുത്താൽ മതിയല്ലോ. 2 ദിവസത്തിനുള്ളതാണെങ്കിലും ഒന്നിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടാണെങ്കിൽ നമുക്ക്
കറി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പാത്രത്തിൽ അടുങ്ങി നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്തോളും. പല പാത്രങ്ങളിലായിട്ട് ഇങ്ങനെ അടച്ചടച്ച് ഒത്തിരി സ്പേസ് പോകത്തില്ല. ഫ്രിഡ്ജിൽ ഒരൊറ്റ പാത്രത്തിനകത്ത് ഒരു സ്ഥലത്ത് നമുക്ക് വെക്കാനും പറ്റും. വളരെ നല്ലൊരു സാധനമാണ്. ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 114 രൂപയാണേ. അടപ്പൊക്കെ ആണെങ്കിലും നല്ല സ്ട്രോങ് ആണ്. നമുക്ക് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കാം. 4 സ്ഥലത്ത് ഇതുപോലെ ക്ലിപ്പ് ഉള്ളത് കൊണ്ട് ഇത് നല്ല ടൈറ്റായിട്ട് അടഞ്ഞിരിക്കുകയും ചെയ്തോളൂ കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റാണ്. നമുക്ക് വലിയ വിലയൊന്നുമില്ലല്ലോ നമുക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ. ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഒത്തിരി ഉപയോഗമായിരിക്കും ഈ ഒരു പാത്രം കേട്ടോ. അടുത്തതും അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് ഓർഗനൈസർ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി വലുതായിപ്പോയി. ഞാൻ ഇത്രയും വലിപ്പം പ്രതീക്ഷിച്ചല്ല ഇത് ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇത്തിരി വലുതാണ്. എൻ്റെ സാധാ ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഷെൽഫിലേക്ക് ഇതങ്ങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പിന്നെ നമുക്ക് വേറൊരു സാധനം വെക്കാൻ പറ്റത്തില്ല. കാരണം ഇത്തിരി വലിപ്പം കൂടുതലായിപ്പോയി. ഇത്രയും വലുതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എങ്കിലും നല്ല സ്ട്രോങ് ആണ്. താഴെ നിന്ന് വീണാൽ പൊട്ടിയൊന്നും പോകത്തില്ല. നല്ല ബലമുണ്ട് അതിന്. ഞാനിത് മേടിച്ചത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഒരാഴ്ചത്തേനുള്ളത് ക്ലീനാക്കി ഇതിനകത്ത് സ്റ്റോക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക്, പിന്നെ ഇതെല്ലാം പോട്ടെ വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്കിതിനകത്ത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇത്തിരി വലിപ്പം കൂടി പോയെന്നേ ഉള്ളൂ. പ്രോഡക്റ്റ് നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്, ഒന്നും പറയാനില്ല. നല്ല ബലമൊക്കെ ഉണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 253 രൂപയാണ്. അടുത്തത് ജ്യൂസ് ഗ്ലാസ് ആണ്. ഇത് ഒരു 6 എണ്ണം ഉണ്ട്. നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകളാണ് കേട്ടോ. സാധാരണ നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിനൊക്കെ ഇച്ചിരി കനം കുറവായിരിക്കും ചില്ലിന്. ഇതിനങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം ഒരു ആ ഗ്ലാസിൻ്റെ ഒക്കെ ഒരു കട്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഗ്ലാസിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ. സാധാരണ ജ്യൂസ് ഗ്ലാസിൻ്റെ ചില്ലിന് ഇച്ചിരി കട്ടി കുറവായിട്ട് തോന്നിയിട്ടില്ല. ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല സൂപ്പർ പ്രോഡക്റ്റാണ്. 6 എണ്ണം ഉണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 272 രൂപയാണ്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. നല്ല സാധനങ്ങളാണ്. ഞാനെല്ലാം തന്നെ ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അടുത്ത് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് തവികളാണ്. അത് ഞാൻ കുറച്ചെണ്ണമൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയായിരുന്നു. എങ്കിലും ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ വില എന്ന് പറയുന്നത് 96 രൂപയാണ്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം. പിന്നെ ഇച്ചിരി പൂപ്പലൊക്കെ ബാധിക്കാറുണ്ട്. അത് ഞാൻ ഈ വിനാഗിരി വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. 6 എണ്ണം ഉണ്ട് കേട്ടോ. അതും കുഴപ്പമില്ല, നല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റൊക്കെ ഇഷ്ടമായെങ്കിൽ ധൈര്യമായിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിച്ചോളൂ. ഒരു കുഴപ്പമില്ല. മീഷോയിൽ ഞാൻ ഇന്ന് വരെ ഓർഡർ ചെയ്ത സാധനങ്ങളൊന്നും ഞാൻ ഇതുവരെ റിട്ടേൺ ചെയ്യേണ്ടി വന്നിട്ടില്ല. നല്ല ക്വാളിറ്റിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പ്രോഡക്റ്റുകൾക്കൊന്നും ഒരു ഡാമേജും ഇന്ന് വരെ എനിക്ക് സംഭവിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. നിങ്ങൾ ഇതൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് എങ്ങനെയുണ്ട്, ഉപയോഗിക്കുമ്പോൾ എങ്ങനെയുണ്ട്, അതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ ഒന്ന് പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.